അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലേ? ഇന്ന് വീഡിയോ ഇടാൻ കാരണമെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ കിണർ വെള്ളം കണ്ട് മൂടുന്ന ദിവസമാണ്. ഞാൻ വീട്ടിലോട്ട് പോകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ദുആ ചെയ്യണം. എൻ്റെ വീട് പണിക്ക് എത്രയും പെട്ടെന്ന് ഒരു വാർപ്പ് കെട്ടുമെങ്കിലും ആവാൻ വേണ്ടി. കാരണം അന്തരീക്ഷം വലിയ മോശമാണ്. ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ ഞാനിന്ന് വീഡിയോ ഇടുന്നുണ്ട്. എൻ്റെ കിണറിൻ്റെയും എൻ്റെ വീടിൻ്റെ അവസ്ഥയും. വലിയ വീടൊന്നും അല്ല കേട്ടോ. 826 സ്ക്വയർ ഫീറ്റ് വീടാണ്. 2 റൂം, ഒരു അടുക്കള, ഒരു ബാത്റൂം, പുറത്തൊന്നുമില്ല. കിണറിനുള്ള പൈസ ഒരാളാണ് ഹദിയ തന്നത്, മാമച്ചിയുടെ കെയർ ഓഫിൽ. അൽഹംദുലില്ലാ. വീടിൻ്റെ വാർപ്പ് വരെ തടിയും വരെ അതായത് വാപ്പാരെ പെങ്ങടെ ഭർത്താവാണ് പണിയുന്നത്. മാമാരെ കൂലി എടുക്കാണ്ട് ജോലിക്കൂലിയും സാധനങ്ങളെ വിലയും വെച്ചിട്ട് 4.5 ലക്ഷം രൂപയാവും. നിങ്ങളെ ഹെൽപ്പ് എനിക്ക് വേണം, സഹായിക്കണം. കാരണം എന്ന് വെച്ചാൽ 3 കൊച്ചുങ്ങളായിട്ട് എനിക്കൊരു ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം. ഞാൻ ഇതിനകത്ത് എത്രത്തോളം നിവർത്തി ഇല്ലാത്തത് കൊണ്ടാണ് എൻ്റെ നമ്പർ ഇട്ടേക്കുന്നതെന്ന് നിങ്ങൾക്ക് ഈ വീടിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ നമ്പർ മാറും, യൂട്യൂബ് ചാനൽ മാറില്ല. ഇത് തന്നെ അറിയിപ്പുണ്ടാവും. ഞാൻ വീടിൻ്റെ ഹെൽപ്പിലാണ്. ഒരാളൊരു വീഡിയോ ഇട്ടെന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് പെട്ടെന്ന് അവരൊരു പൈസ തരൂല. കാരണം പൈസ എന്ന് പറഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും അത് എനിക്ക് എന്നെ തളർത്താൻ വേണ്ടി എൻ്റെ ലൈവിൽ വന്നിട്ട് തന്നെ ഒരുപാട് എന്നെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു സത്യം, ഈ 3 മക്കളെ എനിക്ക് പഠിപ്പിക്കണം. ഈ വീട് റെൻറ്റ് കൊടുക്കണം, ഇവിടുത്തെ ചിലവ്, വെള്ളം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം മേടിക്കണം. അപ്പോഴത്തേക്ക് ഒരു ജോലിക്ക് ഒരാണും പെണ്ണും ഇറങ്ങി പോയിട്ടൊരു കുടുംബം നയിക്കാൻ പറ്റണില്ല. അപ്പോൾ എനിക്ക് ഈ മക്കൾ അവിടെ ആകുമ്പോൾ കുടുംബ വീട്ടിൽ ഉമ്മ ജോലിക്ക് പോയിട്ട് വരുമ്പോഴെങ്കിലും ഉപ്പായെങ്കിലും അവിടെ വന്ന് അവർ നിൽക്കും. കാരണം ഇത് വഴി സൗകര്യം ഇല്ലാത്ത സ്ഥലം കൂടെയാണ്, നടവഴിയേ ഉള്ളൂ. പിന്നെ അതിൽ നിന്ന് തടം കയറി റോഡിൽ ഇറങ്ങണം. അപ്പം നിങ്ങളുടെ അടുത്ത് ഞാൻ മെയിനായിട്ട് വന്നത് എനിക്ക് സഹായം വേണം, സഹായിക്കണം. പിന്നെ അത് മാത്രമല്ല, എനിക്ക് അൽഹംദുലില്ലാ ആരോഗ്യമൊക്കെ ഉണ്ട്. മക്കളെ ജോലി ചെയ്ത് ജീവിക്കാനുള്ള ആരോഗ്യം. എനിക്ക് കുറച്ച് കടബാധ്യതയുണ്ട്. എനിക്ക് വീടിൻ്റെ ആവശ്യം, ഒരു വീട് വേണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഹെൽപ്പ് ചോദിക്കുന്നത്. പഞ്ചായത്തിൽ ഒരുപാട് തവണ, പഞ്ചായത്തിൽ 3.5 വർഷം കൊണ്ട് കയറി ഇറങ്ങുകയാണ്. വീട് ചോദിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയുന്നത്, വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല ഞാൻ ഈ നമ്പർ ഇതിൽ കൊടുത്തിരിക്കുന്നത്. എൻ്റെ ഒരു വീടിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. പടച്ചോൻ സത്യമായിട്ടും എനിക്ക് ഒരു നമ്പറിൽ നിന്ന് ഒരു ശല്യം. കാരണം ഞാൻ ഒരുപാട് തവണ പറഞ്ഞു, ലൈവിൽ വന്നിട്ട് പറഞ്ഞു, ആരും അനാവശ്യമായിട്ട് എടുത്ത് വിളിക്കരുത്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഉപ്പ വലിയ സർജറി കഴിഞ്ഞിട്ടിരിക്കുകയാണ്. എൻ്റെ ഉപ്പാക്ക് ഉള്ള ആയുസ്സുള്ള സമയത്ത് എനിക്ക് വല്ലതൊക്കെ കൊണ്ട് തരുകയൊക്കെ ചെയ്യും. വാടക ഞാൻ ഒപ്പിക്കും, മക്കളെ ഫീസിനുള്ളത് ഞാൻ ഒപ്പിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം ഉപ്പാക്ക് ഒരാളുടെ സഹായം വേണം. പിന്നെ എനിക്കൊരു വീട് എന്ന് പറഞ്ഞത് നമ്മുടെ സ്വപ്നമാണ്, നമ്മുടെ വീട്. എനിക്ക് എൻ്റെ ജീവിതം ഇങ്ങനെ പരാജയം ആയതുകൊണ്ട് എനിക്കൊരു വീട് അത്യാവശ്യമാണ്. എനിക്ക് ഈ മക്കളെ സുരക്ഷിതമായിട്ട് ആരെയും വീട്ടിലൊന്നും ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റില്ല. മൂത്തത് പെൺകുഞ്ഞാണ്. രണ്ടാമത്തെ മോൻ്റെ കാര്യം അറിയാമല്ലോ നിങ്ങൾക്ക്. പിന്നെ മൂന്നാമത്തെ കുഞ്ഞ് പൊടിയാണ്, അവനെയും ചേർത്തിട്ടില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ ആൾ കുറഞ്ഞ ഏരിയയാണ്. എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ പോലും ഒന്ന് വിളിച്ചാൽ പോലും ആരും വരില്ല. അങ്ങനത്തെ ഒരു ഏരിയയാണ്. പിന്നെ എനിക്ക് ഒരു നമ്പറിൽ നിന്ന് ശല്യം കാരണം സഹിക്കാൻ വയ്യ. ഞാൻ അവൻ്റെ അടുത്ത് ഒരുപാട് തവണ പറഞ്ഞു. ആദ്യം അവനിക്ക് വേണ്ടി തന്നെ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒരു 48 നമ്പർ. പക്ഷേ ഇപ്പം അവന് വേറെ നമ്പർ, നിന്നെ ഇഷ്ടമാണ്. എനിക്ക് കിടന്ന് ഉറങ്ങാൻ നിവർത്തിയില്ല. അവൻ്റെ അടുത്ത് ഒരുപാട് ഇന്ന് ഞാൻ ചീത്ത വിളിച്ചിട്ട് അവനെ ഒഴിവാക്കി. കാരണം എന്ന് വെച്ചാൽ ഒരു പെണ്ണിനെ ഒരു കോളിൽ വിളിക്കുന്നതിന് ഒരു മര്യാദയില്ലേ പാതിരാത്രി. എന്നിട്ട് അവൻ്റെ മറ്റേ നമ്പർ ഞാൻ ബ്ലോക്ക് ചെയ്ത്. അവൻ്റെ നമ്പർ ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്, 70 12 62 44 40. ഈ നമ്പറിലേക്ക് എനിക്കെന്ന് വെച്ചാൽ കോൾ വന്നത്, എൻ്റെ കോൾ ലിസ്റ്റ് എടുത്ത് നോക്കണേക്ക് സാഖിയെ ഇട്ടിട്ട് ഞാൻ പറഞ്ഞു, നിന്നെ സൈബർ സെല്ലിൽ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കും. കാരണം എന്ന് വെച്ചാൽ അനാവശ്യം പറയുന്ന ഒരു പെണ്ണിൻ്റെ ഫോണിൽ വിളിച്ചിട്ട്. അതിനൊക്കെ ഇന്ന് നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളെ വിചാരിക്കുന്ന കണക്കത്താ ഞാൻ മറ്റേ മോളല്ല. ഞാനിപ്പോൾ അത്രയും നിവർത്തി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വീടിൻ്റെ ആവശ്യത്തിന് സഹായം ഇട്ടേക്കുന്നത്. അല്ലാതെ വേറെ ഒന്നും കണ്ടിട്ടോ എനിക്ക് കല്യാണാലോചനയ്ക്കോ എനിക്കൊരു മറ്റേ കാര്യത്തിനോ ഒന്നും അല്ല. നിങ്ങൾ ആദ്യം ഓർക്കുക, നിങ്ങൾ നെഗറ്റീവ് പറയാൻ ഒരുപാട് പേരുണ്ട്. നിങ്ങൾ തിന്നാ കുടിച്ചാൽ ബാക്കി കാര്യം തിരക്കാനും ബാക്കി ഒരു മനുഷ്യനെ മനസ്സിലാക്കാനും ഇന്നത്തെ സമൂഹത്തിന് കുറച്ച് കുറവാണ്. അപ്പോഴത്തേക്ക് നമ്മൾ ഒരാളെ ന്യൂനത കണ്ടിട്ട് ചിരിക്കുകയല്ല. നാളെ നമ്മളെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണത് എന്താണ്, എനിക്കൊരു വീടിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ്. എന്നെ എന്തൊക്കെയോ ഇതിൽ വന്നിട്ട് എന്നെ അറിയാത്തവർ എന്തൊക്കെയോ പറയുക.
നമ്മൾ എങ്ങനെയാണ് കഴിയണമെന്ന് നമുക്കും പടച്ചോനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. എന്തായാലും അള്ളാഹ്ക്ക് നിരക്കാത്ത ഒരു പരിപാടിക്കും ഞാനില്ല. പിന്നെ ഒരു സമയത്ത് രക്ഷപ്പെട്ടാൽ ഇൻഷാ അള്ളാ, നാളത്തെ കാര്യം നമുക്കറിയില്ല, രക്ഷപ്പെടുവാണെങ്കിൽ എൻ്റെ മുമ്പ് ആര് കൈ നീട്ടിയാലും പടച്ചോന് സത്യമായിട്ട് എനിക്കറിയാം ആ മനുഷ്യരുടെ അവസ്ഥ. ഞാനും 3 മക്കളുടെ ഉമ്മായ. നിങ്ങൾക്ക് നെഗറ്റീവ് പറയാനല്ലാതെ ആരെങ്കിലും ഒന്ന് കൈ പിടിച്ച് കൂട്ടി ചേർക്കാൻ നിങ്ങൾ ആരെങ്കിലും ഉണ്ടാ? എന്തൊരു ജനം എന്നെ സഹായിച്ചവർ, അൽഹംദുലില്ലാ. അവർക്ക് ഈ ദുനിയാവിലല്ലെങ്കിൽ ആഖിറത്തിൽ. കാരണം എൻ്റെ ഇത് കിട്ടിയില്ലെങ്കിൽ എൻ്റെ മക്കളുണ്ടല്ലേ, അങ്ങനത്തെ മക്കളാണ്. എൻ്റെ 2ാമത്തെ മോനെ ഒരുപാട് എനിക്ക് തരണം ചെയ്തിട്ട് കൊണ്ടുവരണം. എൻ്റെ പൊന്നോനെ ഉള്ളു എനിക്ക്, അവൻ്റെ കൊണ്ട് മാത്രമേ ഉള്ളൂ എനിക്ക് കുറച്ച് സങ്കടം. അവനെ കൊണ്ടുവരും ഇൻഷാ അള്ളാ, 1-ാം തീയതി കൊണ്ടുവരും. സ്കൂളിൽ പോകണം. അവന് യൂണിഫോമൊക്കെ മേടിച്ചിട്ടില്ല, അവനെ ഇട്ട് നോക്കി വേണം മേടിക്കാൻ. പിന്നെ അവനെ കൊണ്ടുപോകണം. മക്കൾ ഷെറിൻ ഇൻ്റർനാഷണൽ സ്കൂളിലാണ് പഠിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ മോനിങ്ങനെ പ്രശ്നമുള്ളത് കൊണ്ട് നമുക്ക് സാധാ സ്കൂളിൽ വിടാൻ പറ്റില്ല. അപ്പം നിങ്ങൾ ആരെങ്കിലും ഒന്ന് അതായത് കുറച്ച് ഹെൽപ്പ് ചെയ്യുമെങ്കിൽ അൽഹംദുലില്ലാ. നെഗറ്റീവ് പറഞ്ഞിട്ടും അനാവശ്യം വിളിച്ചിട്ടും ഇങ്ങോട്ട് വിളിക്കണ്ടെന്നുമല്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞിട്ട് മുതലെടുക്കാൻ നിങ്ങൾ വരണ്ട. അതാദ്യം മനസ്സിലാക്കുക. നിങ്ങളെ സൃഷ്ടിച്ച റബ്ബ് തന്നെയാണ് എന്നെ സൃഷ്ടിച്ചത്. എൻ്റെ ചാനലിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം. പിന്നെ ഒരു 51 വയസ്സായ ഒരു കിളവൻ, അത് ഭാര്യയുണ്ട്, കുട്ടിയുണ്ട്, നാട്ടിൽ കൃഷിക്കാരനാണ്. അയാൾ 500 രൂപ സഹായിക്കാമെന്ന് പറഞ്ഞേ. നിങ്ങളടുത്ത് ഞാൻ ജസ്റ്റ് ഒരു കാര്യം വിലയിരുത്തുകയാണ്. സഹായിക്കാമെന്ന്. അയാൾക്ക് എന്നെ കെട്ടണം. ഞാൻ 51 വയസ്സായ എപ്പാപ്പായം കൈ പിടിച്ചുകൊണ്ട് നടക്കണേക്കാട്ടും ഭേദം ഞാനവിടെ മിണ്ടാതിരിക്കണേണ്. അതുകൊണ്ട് എന്നെ കല്യാണ ആലോചനയ്ക്ക് നിങ്ങളാരും ക്ഷണിക്കണ്ട. കാരണം എൻ്റെ എൻ്റെ മാമച്ചിയും എല്ലാവരും കൂടെ ഇറങ്ങിയിരിക്കുകയാണ് ഈ ഒരു വീടിന് വേണ്ടി. കാരണം ഇന്ന് എല്ലാവരും സാമ്പത്തികമായിട്ട് കുറച്ച് ബേക്കിലോട്ടാണ്. അപ്പോൾ എന്നാലും എനിക്കൊരു വീട് താങ്ങി. കാരണം വെച്ചാൽ എൻ്റെ മക്കളുടെ അവസ്ഥയും എൻ്റെ അവസ്ഥയും അങ്ങനത്തെയാണ്. നിങ്ങൾക്കൊക്കെ അത് നേരിട്ട് വന്ന് കണ്ടാലും മനസ്സിലാവും. അല്ലാതെ ഒരു ഫോണിൽ കൂടെ എന്തെങ്കിലും കണ്ടെന്ന് പറഞ്ഞ് നെഗറ്റീവും ഈ കമൻറ്റ് ബോക്സൊക്കെ ഉണ്ടല്ലേ, അതൊന്നും നിങ്ങൾക്ക് പരിഹസിക്കാനുള്ളതല്ല. ആദ്യം മനസ്സിലാക്കുക. ഓരോരുത്തർക്കും ഓരോ ലൈഫാണ്. റബ്ബിൻ്റെ തീരുമാനം ഓരോന്നാണ്. ഞാൻ അത്രയും വിഷമിച്ചിട്ടാണ് ഞാൻ തുണി കഴുകാൻ ഇറങ്ങി ഞാനാണ്. കാരണം എന്ന് വെച്ചാൽ ഈ നമ്പർ കാരണം എനിക്ക് എന്ത് ബുദ്ധിമുട്ടാണെന്നറിയാമോ? 70 126 24 70 126 24 44 0 2 4 6 8 10 ഇതാണ് നമ്പർ. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ ആരും ഉപദ്രവിക്കരുത്. ഞാൻ ഇപ്പോഴും പറയാണ്, എനിക്ക് എൻ്റെ ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, സഹോദരനുണ്ട്. സഹോദരന് കൂലിപ്പണിയാണ്. അതിൻ്റെ കാര്യം ലോണും കാര്യവും, അതിനൊന്ന് വീട് പോലും ആയിട്ടില്ല. അതതിൻ്റെ കാര്യം. ഞാൻ പിന്നെ ആരോടും കൈ നീട്ടാനായിട്ട് പോവില്ല. ഈ വീടിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ നിങ്ങളോട് കൈ നീട്ടുകയാണ്. അത് നിവർത്തിയില്ലാത്തത് കൊണ്ടാണ്. അത്യാവശ്യം മീഡിയ ലെവലിലൊക്കെ സാമ്പത്തികം ഉള്ളവരായിരുന്നു നമ്മൾ. ഞാൻ ജീവിതം കൊണ്ടിട്ട് പരാജയമായിപ്പോയി. ഇന്നത്തെ സാധനങ്ങളെ വില അനുസരിച്ച് എൻ്റെ മക്കളെ വിശപ്പിന് പോലും ചില സമയത്ത് എനിക്ക് അടക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഓർക്കുക, നിങ്ങളെ പെങ്ങളെ പോലെ കണ്ടിട്ട് ഒന്ന് സഹായിക്കുക. ഞാൻ വീണ്ടും കോൺടാക്റ്റ് നമ്പർ കൊടുക്കുകയാണ്. ഞരമ്പുകളെടുത്ത് പറയുന്നത്, വിളിക്കരുത്. വിളിച്ചാൽ ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു ബട്ടണുണ്ട്. പിന്നെ കുറച്ച് തന്നിട്ടേ ബ്ലോക്ക് ചെയ്യും. ഇന്ന് ഇങ്ങനെ പെണ്ണുങ്ങൾ പ്രതികരിച്ചില്ലെങ്കിലേ തലയിൽ കയറി ലാസ്റ്റ് നിരങ്ങും. അതുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യണം എനിക്കൊരു വീടിന് വേണ്ടി. ഇൻഷാ അല്ലാഹ് എൻ്റെ വീടായതിന് ശേഷം എന്നെ സഹായിച്ചതും അല്ലാത്തവരും എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പാലിയാച്ചിന് ക്ഷണിക്കുന്നുണ്ട്, ലൊക്കേഷൻ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് വരാം. അപ്പോൾ അള്ളാഹു എനിക്കൊരു വീട് കൂട്ടാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. ഈ വീട് കണ്ട, ഈ വീട് റെൻറ്റ് വീടാണ്. 3500 രൂപയാണ് റെൻറ്റ്. എൻ്റെ അവസ്ഥ തിരക്കാൻ, എന്നെ മനസ്സിലാക്കാനും ആരുമില്ല. എന്നെ ചൂഷണം ചെയ്തിട്ട് വന്നിട്ടാ. ഇന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല, ഈ വാതിൽ മുട്ടാൻ വേണ്ടി ഒരു മനുഷ്യർ വന്നിട്ടില്ല. വരുവാണെങ്കിൽ അപ്പോഴറിയാം വിവരവും കാര്യങ്ങളും ഒക്കെ. ഇന്ന് നീതി നിയമമൊക്കെ ഉണ്ട്. ഞാൻ മറ്റേ ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ ആ നമ്പറിൽ നമ്മളൊന്ന് വിളിച്ചിട്ടൊരു കംപ്ലയിൻറ്റ് കൊടുത്താൽ മതി. നിങ്ങൾ എവിടെയാണോ എങ്ങനെയാണോ നിങ്ങളുടെ ഫോൺ നമ്പർ വെച്ചിട്ട് നമുക്ക് ഇതാക്കാൻ പറ്റും. സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നതുണ്ടല്ലേ, നമ്മളൊരു കേസ് കൊടുത്തണ്ടല്ലേ നീക്ക് അഴി എണ്ണും. നീ ഈ നെഗറ്റീവ് ഉള്ളവന്മാരുടെ അടുത്താണ് പറയണത്. അതുകൊണ്ടിട്ട് നിവർത്തി ഇല്ലാത്തത് കൊണ്ടാണ് നമ്പർ ഇടുന്നത്. നിങ്ങളെന്തേ മറ്റേ ഫിറോസ് കുന്നുംപറമ്പിൽ അങ്ങനെയൊക്കെ ഉള്ള വ്യക്തികളൊക്കെ നമ്പർ ഇട്ടിടുമ്പോൾ നിങ്ങളെന്താ അവരെ അടുത്തിട്ട് വിളിക്കാത്ത? അവരെ കമൻറ്റിലൊക്കെ നല്ലത് കാണണം. എന്ത് നമ്മൾ പെണ്ണുങ്ങളായിട്ടാ? അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കണം, ആരും ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. പടച്ചവനെ ഓർത്തിട്ട് ചൂഷണം ചെയ്യാതെ നല്ലതിൽ അവരെ കാര്യം ഒന്ന് മനസ്സിലാക്കുക, കേൾക്കുക, നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ അസ്സലാമു അലൈക്കും.